പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ജന്തർ മന്ദിർ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഊഹാപോഹങ്ങളും കഥകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. പലതും കെട്ടുകഥകളാണ്, ചിലത് കോൺസ്പിറസി തിയറികളാണ്. അപ്പോൾ ഒരു ഗൂഢാലോചന ആരോപണം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുന്ന സ്ഥലത്ത് കല്ലുകൾ നിറഞ്ഞ ഒരു ലോറി കണ്ടെത്തി. അത് ഗൂഢാലോചനയാണെന്നും സമരം അട്ടിമറിക്കാനുള്ള ദില്ലി പോലീസിന്റെ നീക്കമെന്നാണ് CJP നേതാക്കൾ ആരോപിച്ചിരുന്നത്. പ്രതിഷേധ സ്ഥലത്തുണ്ടായിരുന്ന ട്രക്കിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ഇതാണ് കല്ലുമായിട്ട് വന്ന ട്രക്ക്. ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് ഈ ട്രക്ക് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ദില്ലി പോലീസ്. ജന്തർ മന്ദിറിൽ എത്തുന്നതിന് 4 ദിവസം മുൻപ് അപകടമുണ്ടാക്കിയതിനെ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ് പറയുന്നു. വാഹനത്തിലുണ്ടായിരുന്ന ലോഡ് ഒഴിവാക്കാനാണ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കിയതെന്നാണ് വിശദീകരണം. ട്രക്കുമായി ബന്ധമില്ല എന്നായിരുന്നു പോലീസിന്റെ ആദ്യ വാദം. പോലീസിന്റെ വാദം പൊളിഞ്ഞേ CJPക്കാർ പറഞ്ഞത് ഇതാ നോക്കൂ, അവരെടുത്ത് കാണിക്കുന്ന കണ്ടോ, ആ ട്രക്കിൽ നിറയെ കല്ലുകളായിരുന്നു. ആ കല്ലുള്ള ട്രക്ക് ഈ ജന്തർ മന്ദിറിൽ പ്രതിഷേധിക്കുന്ന സ്ഥലത്ത് എങ്ങനെ എത്തി എന്നുള്ളതാണ് CJP പ്രവർത്തകർ ചോദിച്ചത്. പോലീസ് പറഞ്ഞു, ട്രക്കോ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ പോലീസുകാരെടുത്ത് വീണ്ടും ചോദിച്ചു, ട്രക്ക് നിങ്ങൾ കണ്ടിട്ടില്ലേ? ദില്ലി പോലീസ് പറഞ്ഞു, ട്രക്ക് ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തതാണ്. അപ്പൊ ലോഡുള്ള ഈ ട്രക്ക് ജന്തർ മന്ദിറിൽ എങ്ങനെ വന്നു? അത് ലോഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു. എവിടെ? ജന്തർ മന്ദിറിൽ. അപ്പോൾ ഇതാണ് ദില്ലി പോലീസിന്റെ രീതി. അപ്പോൾ CJPക്കാർ പറഞ്ഞത് ശരിയാണ്, അത് വെറും ഗൂഢാലോചന കഥയല്ല. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, അപ്പോൾ CJP പറഞ്ഞത് ശരിയാണ്, ഈ പോലീസുകാർ തന്നെയാണ് ആ വാഹനം അവിടെ കൊണ്ടിട്ടത്. ആദ്യം പോലീസുകാർ നിഷേധിച്ചെങ്കിലും എന്തിനാണ് ഈ കള്ളക്കളി പോലീസ് കളിച്ചത്? ആദിൽ പാലോട്. അരുൺകുമാർ, ദുരൂഹമാണ് കാര്യങ്ങൾ. ഇവിടെ ഞാനിപ്പോൾ ജന്തർ മന്ദിറിന് സമീപത്താണ് നിൽക്കുന്നത്. ഇവിടെ എന്തിന് ഒരു കല്ലുകൾ നിറച്ച ട്രക്ക് വരണം എന്ന ചോദ്യമാണ് CJP ചോദിച്ചത്. ഞങ്ങൾ ആരും കല്ലുകൾ കൊണ്ടുവരാൻ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പോലീസിന്റെ അകമ്പടിയിൽ ഒരു വാഹനം ഇവിടെ എത്തുന്നത് എന്ന ചോദ്യമുണ്ടായിരുന്നു. ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയും ചെയ്തു. ഇപ്പോൾ ന്യൂഡൽഹി DCPയുടെ ഒരു ട്വീറ്റാണ് ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ ഈ ഭാഗത്ത് ജന്തർ മന്ദിറിന്റെ ഈ പരിസരത്ത് വന്നിരുന്ന ട്രക്ക് അത് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ട്രക്കാണ് എന്ന് DCP പറയുകയാണ്. അതിൽ ഒരു അപകടവുമായി ബന്ധപ്പെട്ടാണ് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിൽ ഈ ട്രക്ക് പിടിച്ചെടുത്തത്. അതിനുള്ളിൽ കുറച്ച് കല്ലുകൾ ഉണ്ടായിരുന്നു. ആ കല്ല് കൊണ്ട് കളയാൻ വേണ്ടി, ഒരിടത്ത് നിക്ഷേപിക്കാൻ വേണ്ടി തുടർ നടപടികൾക്കായാണ് ട്രക്ക് പുറത്തേക്ക് ഇറക്കിയത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നെ എന്തിന് ഈ പ്രശ്നബാധിത മേഖലയായ ജന്തർ മന്ദിറിന് സമീപത്തുകൂടി വരണം എന്ന ചോദ്യം അപ്പോഴും അവിടെ നിലനിൽക്കുകയാണ്. ഏതായാലും ഇതിൽ ദുരൂഹതയുണ്ട് എന്ന കാര്യം അത് സ്ഥിരീകരിക്കപ്പെടുന്നു എന്നതുകൂടിയാണ് ഈ വാർത്തയുടെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ആദ്യമൊക്കെ ഈ ട്രക്കുമായി ഒരു ബന്ധവുമില്ല, അത് മറ്റാരുടെയോ ട്രക്കാണ് എന്ന് പറഞ്ഞ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ട്രക്ക് തന്നെയാണ്, അതിലുണ്ടായിരുന്ന കല്ല് ഒരിടത്ത് കൊണ്ട് കളയാൻ വേണ്ടി പുറത്തിറക്കിയതാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയം കൂടുതൽ ദുരൂഹമായി തുടരുന്നതാണ് നിലവിലെ കാഴ്ച. താങ്ക് യു. ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലി പോലീസ് കള്ളം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ഒരിക്കൽ തെളിവില്ലേ?